കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണയൊഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? പെരുമ്പാവൂരിൽ 2 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യ കാണുന്നു. അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം, അതിനുശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ പെരുമ്പാവൂർ സ്വദേശി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ തോതിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ നിയമ സംഹിതയിലെ 125 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത്. നേരത്തെ പോലീസ് ഇതിൽ പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. ഭർത്താവ് പ്രണയത്തിലായിരുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഭാര്യയ്ക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫോൺ പരിശോധിച്ചപ്പോൾ ചില ചാറ്റുകളും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഫോണിൽ കാണുന്നു. അതേ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വെളിച്ചെണ്ണയും വെള്ളവും തിളപ്പിച്ച് സ്വകാര്യ ഭാഗത്തുൾപ്പെടെ കൊണ്ടുവന്ന് ഒഴിക്കുകയായിരുന്നു. അതിഗുരുതരമായ പൊള്ളൽ പെരുമ്പാവൂർ സ്വദേശിക്കേറ്റിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കേസെടുത്തു പോലീസ് എന്നറിയുന്നു. ഈ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ പ്രാഥമിക മൊഴി അടക്കമുള്ള വിശദമായ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് എടുക്കണം. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ്. പുതിയ ഭാരതീയ നിയമ സംഹിതയിലെ 125 വകുപ്പ് പ്രകാരം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യയ്ക്കെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പെരുമ്പാവൂർ പോലീസ് കടക്കുക എന്നതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. 2 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത്. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.